ശംഭു സാറെ എന്തുവാ കഴിക്കാൻ എന്തുവാ പറയുന്നത്? എനിക്ക് സാറേ എനിക്കൊരു സെറ്റ് ദോശ. എനിക്ക് ഒരു ദോശ മതി. ഒരു ദോശ സാറേ, സാറിന് ദോശ മാത്രം കഴിക്കുക. എന്റെ ചമ്മന്തി ചട്നി തുടങ്ങാൻ സമ്മതിക്കത്തില്ല സാറേ. ഒരു സെറ്റ് ദോശ എന്ന് പറഞ്ഞാല് ഒരു ദോശയെ കാണത്തുള്ളൂ. ആ ഒരു ദോശയുടെ കൂടെ ആ ദോശ കഴിക്കാനുള്ള സാമ്പാർ, ചട്നി, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഈ ഹോട്ടലിലെ ഒരു സെറ്റ് ദോശ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടാ, 2 സെറ്റ് ദോശ. താങ്ക് യു ചേട്ടാ. ഈ ഹോട്ടലില് ഒരു സെറ്റ് ദോശ എന്ന് പറഞ്ഞാൽ ഒരു ദോശ, ആ ദോശ കഴിക്കാനുള്ള ചട്നി, സാമ്പാർ. വെൽ ഡിഫൈൻഡ്. വെൽ ഡിഫൈൻഡ്. ഈ കടയിലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആ ചമ്മന്തി, സാമ്പാർ, ഈ ദോശ. അപ്പോൾ ആഷിഖ് സാറേ, ഇതാണ് സെറ്റിന്റെ ഡെഫിനിഷൻ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. നമ്മൾ ആ കടയിൽ പോയി ഒരു സെറ്റ് ദോശ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞപ്പോഴും സാറ് പറഞ്ഞപ്പോഴും അതിനകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ദോശ, ഒരു ചമ്മന്തി, സാമ്പാർ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴും സാറ് പറഞ്ഞപ്പോഴും അത് തന്നെ ആയിരുന്നല്ലോ. ഇനി ആര് വന്ന് ആ കടയിൽ വന്ന് ഒരു സെറ്റ് ദോശ പറഞ്ഞാലും എന്ത് തന്നെ ആയിരിക്കും കിട്ടുക? ഇത് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുക. സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ആ കടയെ സംബന്ധിച്ച് ഒരു സെറ്റ് ദോശ എന്ന് പറഞ്ഞാൽ ആ സെറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദോശ, ചട്നി, സാമ്പാർ. ലോകത്ത് എവിടെയായാലും സെറ്റിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഓക്കെ. അപ്പൊ എല്ലാ കളക്ഷൻസും സെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? എല്ലാ കളക്ഷൻസും നമുക്ക് സെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. ഉദാഹരണമായിട്ട് ഹാൻസം ട്യൂട്ടോസ് ഇൻ കേരള ഞാൻ പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള അധ്യാപകരുടെ ലിസ്റ്റിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ പേര് പറയും, പിന്നീട് അതുൽ സാറ്, കണ്ണൻ സാറ്, ഫിറോസ് സാറ്, അനന്ത് സാറ്, രഞ്ജിത്ത് സാറ്. എൻ്റെ ഹാൻസം ട്യൂട്ടോസ് ഇൻ കേരള എന്ന് പറയുന്നതിനകത്ത് എനിക്ക് 6 ഓബ്ജക്ട്സ് ആണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഇപ്പൊ പറയാൻ എനിക്ക് വിഷമമായി. ഞാൻ പറയാതെങ്കിൽ എൻ്റെ പേര് മാത്രമേ ആ സെറ്റിനകത്ത് കിടത്തുള്ളൂ. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഹാൻസം ട്യൂട്ടോസ് ഇൻ കേരള എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ പറയുമ്പോൾ ഒരു സെറ്റും സാറ് പറയുമ്പോൾ മറ്റൊരു സെറ്റുമാണ്. ഇനി നമ്മളെ അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ പേര് എന്തായാലും കാണും. നമ്മളെ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുറപ്പായിട്ടും പറയുന്ന അവരെ പഠിപ്പിക്കുന്ന മറ്റധ്യാപകരുടെ പേരായിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. അപ്പോൾ ഇത് എന്തല്ല, ഒരു സെറ്റ് ആകത്തില്ല. ഓക്കെ, ഇനി സെറ്റ് ആകുന്ന മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ദ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് ആരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും ദ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് അതെന്തായിരിക്കും? AEIOU. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ AEIOU. ഇതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞാലും സാറ് പറഞ്ഞാലും ലോകത്ത് ആര് പറഞ്ഞാലും ദ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമായിരിക്കും? AEIOU എന്ന് പറഞ്ഞ 5 എലമെന്റ്സ് മാത്രമായിരിക്കും ആ സെറ്റിനകത്ത് ഉണ്ടാവുക. അതെ, നമുക്കിങ്ങനെ ഒരു ബ്രാക്കറ്റ്സ് കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രോപ്പർ, അത് അത്യാവശ്യമാണ്. ആ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് സെറ്റിന്റെ ഫോമിൽ വരത്തുള്ളൂ. അത് നമുക്ക് നോക്കാം. സാറേ, റോസ്റ്റർ ഫോം നമ്മളിപ്പോൾ എഴുതിയ ഫോം ഉണ്ടല്ലോ, ആ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും ഓരോ എലമെന്റ്സിനെയും കോമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്രാക്കറ്റിനകത്ത് എഴുതും. ഈ ഇങ്ങനെ എഴുതുന്ന രീതിയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതാ നോക്കി, in roster form all the elements of the set of a set are listed. The elements are being separated by commas and are enclosed within braces. ബ്രേസസിനകത്ത് എല്ലാ എലമെന്റ്സിനെയും എന്ത് ചെയ്യും? കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെ റോസ്റ്റർ ഫോം വിളിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അല്ലേ സാർ? എന്ന് എഴുതിക്കും. അത് നമ്മൾ എഴുതുകയാണെങ്കിൽ AEIOU. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളൊരു സെറ്റിനെ എപ്പോഴും ക്യാപിറ്റൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സെറ്റിന്റെ പേര് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ എസ് എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, അപ്പോൾ മക്കളെ പേര് കൊടുക്കുമ്പോൾ സെറ്റിന് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത് പേര് കൊടുക്കണം. ഓക്കെ. അപ്പോൾ സാറേ, സെറ്റിനെ നമ്മളിപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇതല്ലാതെ വേറൊരു ഫോം ഉണ്ടോ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ? ഉണ്ട്, അത് നമുക്ക് നോക്കാം. സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ പറഞ്ഞു സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. ആ കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ കാണും. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൺഫ്യൂഷൻ. ഇൻ സെറ്റ് ബിൽഡർ ഫോം, all the elements of a set possess a single common property. That single common property is mentioned as a well-defined. ഓക്കെ. ആ വെൽ ഡിഫൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സിംഗിൾ കോമൺ പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് 1 2 3 4 5 6 അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എല്ലാ ഒരു സെറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ഈ സെറ്റ് ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് എന്ന് പറയാം. അതായത് ആ എലമെന്റ്സ് കോമൺ പ്രോപ്പർട്ടി അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അത് മാത്രമല്ല മറ്റു കണ്ടീഷൻ ഉണ്ട്, വിച്ച് ഇസ് നോട്ട് പൊസസ്ഡ് ബൈ എനി എലമെന്റ് ഔട്ട്സൈഡ് ദ സെറ്റ്. ആ പറയുന്ന പ്രോപ്പർട്ടി ഒരിക്കലും ആ സെറ്റിന് വെളിയിലുള്ള ഒരു എലമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. അതായത് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ് എല്ലാം എവിടെ കാണും? ആ സെറ്റിന് വെളിയിലുള്ള എലമെന്റ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതായത് ഉള്ളവരെല്ലാം എവിടെ കാണും? ആ സെറ്റിനകത്ത് എന്തായാലും കാണും. അത്ര തന്നെ. ബാക്കിയുള്ളവരെ പുറത്തുള്ളൂ. ഓക്കെ സാർ, ഇതൊന്ന് ഒരു എക്സാമ്പിൾ പോലെ ഒന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ. ഓക്കെ. അപ്പോൾ എസ് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് എല്ലാം എക്സുകളാണ്. ഓക്കെ. ആ എക്സ് പൊസസ് ചെയ്യുന്ന ആ എസ് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് പൊസസ് ചെയ്യുന്ന ആ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഏതാണ്? ഇവിടെ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതും ബ്രാക്കറ്റ് ആണ് അല്ലേ? അതും ബ്രാക്കറ്റ് ആണ്. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത എസ് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സുകളെല്ലാം എക്സുകളാണ്. ആ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇംഗ്ലീഷ് ആൽഫബറ്റ്. ആ പ്രോപ്പർട്ടി നമ്മൾ അതേപോലെ എഴുതി. ആ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി നമ്മൾ അതേപോലെ എഴുതി. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസ് ആണ് അങ്ങനെ ഞാനൊന്ന് എഴുതി. ഓക്കെ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പേര് എൻ എന്ന് വിളിച്ചു. ഓക്കെ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലേ? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ്, അത് എൻ്റെ വര ശരിയായില്ല സാറേ, ഒന്നുകൂടെ വരച്ചാൽ മതി സാറേ, പ്രശ്നം തീരും. ഒന്നുകൂടെ വരച്ചു. 1 2 3 ഇങ്ങനെ. അതെ അല്ലേ? അതെ. സോ ഈ 1 2 3 അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ എല്ലാം എഴുതിയിരിക്കുന്നതിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം. ഈ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ കോമൺ പ്രോപ്പർട്ടിയാണ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ സെറ്റിനകത്ത് കാണും. ഇതിന് പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ആയിരിക്കത്തില്ല. പുറത്തുള്ള ഒരു എലമെന്റും ഈ സെറ്റ് കാണത്തില്ല. ഓക്കെ സാറേ, ഇത് വേറെ രീതിയിൽ ഒന്ന് എഴുതാൻ പറ്റുമോ? പറ്റും സാറേ. കാരണം വെച്ചാല് നമുക്ക് അങ്ങനെയുണ്ടെന്ന് തോന്നുന്നല്ലേ, ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഒരു രീതിയിലല്ല പല രീതിയിൽ നമുക്ക് ഒരേ സെറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതേ സെറ്റിനെ, അതായത് ഈ സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം AEIOU ആണ്. അപ്പൊ AEIOU എന്ന് പറയുന്ന 5 എലമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടി സാറൊന്ന് പറയാമോ? അതായത് ഈ സെറ്റിനെ ഞാൻ വേറെ രീതി പറയാം. വവൽ എന്നുള്ള വേർഡ് അല്ലാണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ കോൺസണന്റ്. അങ്ങനെ പറയാമല്ലോ എനിക്ക്? അങ്ങനെ പറയാം അല്ലേ? എക്സ് ഒരു വവ്വല് ആണെന്ന് പറയുന്നതിന് പകരം എക്സ് എന്തല്ല, ഒരു കോൺസണന്റ് അല്ല എന്ന് പറയാം. അതായത് ഈ സെറ്റിനകത്ത് എസ് എന്ന് പറയുന്ന സെറ്റ് എക്സുകളാണ്. ആ എക്സുകൾ എന്തല്ല, കോൺസണന്റ് അല്ല. അതായത് AEIOU ഒഴിച്ചുള്ള ബാക്കിയുള്ള ആൾക്കാരല്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മതി. ഇതേപോലെ എല്ലാത്തിനെയും പറയാം. ഇപ്പം ഈ സെറ്റിനെ പറയുകയാണെങ്കിൽ നമുക്ക് എക്സ് സച്ച് സെറ്റ്, ഇവിടെ നമ്മൾ എന്തായിരുന്നു, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്നായിരുന്നു. ഇറ്റ്സ് എ ഹോൾ നമ്പർ, നോൺ സീറോ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ മതി. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 0 1 2 3 മുതൽ അങ്ങോട്ടാണല്ലോ. നോൺ സീറോ ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6. ദാറ്റ് മീൻസ് ഒരു സെറ്റിന് ഒന്നിൽ കൂടുതൽ സെറ്റ് ബിൽഡർ ഫോം ഉണ്ടാകാം. ഇത് വളരെ വിശദമായിട്ട് നമ്മുടെ NCERT എസെൻഷ്യൽ
ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ഈ പറയുന്ന കണക്ക് ഏതൊക്കെയാണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ്സ്, ഏതൊക്കെയാണ് വെൽ ഡിഫൈൻഡ് അല്ലാത്ത സെറ്റുകൾ, ഈ സെറ്റുകളുടെ കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എൻസിആർടിയുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ എല്ലാ എക്സാമ്പിൾസും എല്ലാ പ്രോബ്ലംസും തിയറി പാർട്ട് ഒരു പോയിന്റ് പോലും എൻസിആർടി വിടാതെ നമ്മുടെ എസെൻഷ്യൽ കോഴ്സിനകത്തുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ക്ലാസ്സിന് എന്ത് ചെയ്യുക, എസെൻഷ്യൽ കോഴ്സ് ഉറപ്പായിട്ടും ലോഗിൻ ചെയ്യുക, ആപ്പിൽ ലോഗിൻ ചെയ്യുക, കണ്ടു നോക്കുക.